ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി അവിടെ നിന്നും ആണല്ലോ. എന്നിട്ട് ഗൗതം ചോദിക്കാൻ ഇത് എന്താണ് ശരിക്കും ഇവിടെ നടന്നതെന്ന് ഗൗതം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സമയം വസുന്ധര സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താണ്. അപ്പൊ അത് കേൾക്കുന്ന പാറു ഇതിനൊക്കെ പിറകിൽ കളിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ആ സത്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഗൗതം തറപ്പിച്ച് പറയുന്നേട്ടോ. ഇതേ സമയം ഉള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പാറുവിന്റെ മുന്നിൽ വെച്ച് വസുന്ധര പറയുന്നു കേട്ടോ. പിന്നീട് റൂമിൽ ചെല്ലണം. അങ്ങനെ ഗൗതം നിധിയോട് പറയണേ, എന്നാലും പാറു എന്തിനായിരിക്കും അവളെ അടിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഉടനെ നിധി അത് എത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. കാര്യം സിമ്പിൾ അല്ലേ? ഇവിടെ പേടിപ്പെടുത്തിയിരിക്കുക, ഭീഷണിപ്പെടുത്തിയിരിക്കുക, അതാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി എന്തിന്, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനിയും ഇങ്ങനെ ഭീഷണികൾ ഉണ്ടാവും. എന്നിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്താനുള്ള പരിപാടിയാണ് അവൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി പെട്ടെന്ന് സ്പീഡാക്കണം. അവൾ എന്ത് പറഞ്ഞാണ് പാറുവിനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെത്തണം എന്ന് ഗൗതം തിരിച്ചും പറയാനട്ടോ. പിന്നീടാണെങ്കിലോ തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണല്ലോ ശിവാനി. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയണം. അമ്മ ഇപ്പൊ കാണിച്ച അതേ സ്വഭാവം തന്നെ ഇനി വീണ്ടും അമ്മ കാണിക്കണം. എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഞാൻ അവരെ കൊണ്ട് അടുപ്പിച്ചോ, ഇങ്ങനെ സത്യങ്ങൾ ഇത് മാത്രം പറയില്ല കേട്ടോ. ഗൗതം അനാഥനാണ് എന്നുള്ള സത്യം പറയില്ല, ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കൂട്ടോ. എന്നിട്ട് പറയാണ് അമ്മ അതുപോലെ ചെയ്യണം. അവരിപ്പോ വരും, പ്രണവ് ഇപ്പൊ വരും, ഇവിടെ നിധിയും വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആ നിധി എന്ന് പറയുന്നവൾ ഒരിക്കലും ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയാം കേട്ടോ. പിന്നീട് പ്രണവിന് പെട്ടെന്ന് ഇങ്ങനെ ശിവാനിയുടെ അമ്മ വിളിക്കാണ്. പ്രണവ്, എൻ്റെ മകള് പാലത്തിന് മുകളിൽ നിന്ന് ചാടിച്ചാവാൻ നോക്കുന്നു, ഞാൻ യാദൃശികമായി കണ്ടതാണ് അവളെ, അതുകൊണ്ട് നീ പെട്ടെന്ന് വരണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ശിവാനി ആണെങ്കിലോ പാലത്തിന് മുകളിൽ നിന്ന് ആ ഒരു ചാടിച്ചാവുന്ന ആ ഒരു രംഗമാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രണവിനോട് ഇത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ പ്രണവ് പെട്ടെന്ന് എത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മയുടെ അഭിനയം ഇനി തുടരണം, പ്രണവ് വരുമ്പോ എന്നെ അടിക്കണം എന്ന് പറയട്ടോ. അത് കേട്ടോടുന്നതിന് ശരി ഞാൻ ചെയ്യാന്ന് പറയട്ടോ. അങ്ങനെ പ്രണവ് ബൈക്ക് തിരിക്കുന്നത് കണ്ടോടുന്നതിന് ശിവാനിയുടെ അമ്മ ശിവാനി നീ ചെയ്യോടി, നീ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ എത്ര കാലം വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ചൂടാവാനട്ടോ. അപ്പൊ അത് കണ്ട് പ്രണവ്, എന്തിനാണ് ആന്റി ഇവളെ ഇങ്ങനെ അടിക്കുന്നത്? ഇവളൊരു ഗർഭിണിയല്ലേ, ഇവളെ ഞാൻ അടിച്ചില്ലെങ്കിൽ ഇവളിപ്പോ ഈ പാലത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിരുന്നു, എന്താ ഈ പറയുന്നത് ഈശ്വര? അപ്പോഴേക്കും ശിവാനി ഇങ്ങനെ പൊട്ടിക്കരയാനേട്ടോ. ആ കരച്ചിൽ കണ്ടോടുന്നതിന് എന്തിനാ ശിവാനി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പ്രണവ് ചോദിക്കാണ്. അപ്പോൾ ഉടൻ തന്നെ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്ന് ശിവാനിയുടെ അമ്മ പറയാണ്. അപ്പൊ അത് കേട്ടോടൻ തന്നെ എൻ്റെ മോള് പാലത്തിന്റെ മുകളിൽ നിന്ന് ചാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇത്രമാത്രം പ്രശ്നം എന്താ അവിടെ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനി പറയണം, മതി, എനിക്ക് മടുത്തു, എല്ലാത്തിനും ഏതിനും എല്ലാവർക്കും അവിടെ കാര്യം നിധിക്കാണ്, അതുപോലെ തന്നെ ഗൗതമിനാണ്, നിനക്ക് യാതൊരു നിലയില്ല, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, എന്നിട്ടും എന്നോട് എന്തൊക്കെയാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? എനിക്ക് കഴിയത്തില്ല ഇനി അവിടെ നിൽക്കാൻ. നിധി പറഞ്ഞിട്ട് എന്നെ പാറു ഇന്ന് അടിച്ചു, നാളെ നിധി പറഞ്ഞ് എന്നെ കൊല്ലാൻ മടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് നിധി വരുന്നത്. അപ്പൊ നിധി ചോദിക്കണേ, എന്താ പ്രശ്നം? എന്തിനാ ശിവാനി നിന്റെ ഈ നാടകം തുടരുന്നത്? മര്യാദക്ക് വീട്ടിലോട്ട് വാ, ഞാൻ വരത്തില്ല എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന നിധി ചോദിക്കണേ, നീ എന്തിനാ വരത്തില്ല എന്ന് പറഞ്ഞു, നീ എന്തിനാ പാറുവിനോട് പറഞ്ഞ് എന്നെ നീ അടുപ്പിച്ചത്? അത് കേൾക്കുന്ന നിധി പറയണ, ഒരിക്കലും ഞാൻ എന്നെ അടുപ്പിച്ചിട്ടില്ല, നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നീ നടത്തിയ നാടകമാണ്, നീ എന്തോ ഒരു ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ പാറുവിനെ നീ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് പാറു എനിക്കെതിരെ കള്ളം പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് എന്തായി പ്രണവ്? ഏതിന് ഇവൾക്ക് ഓരോ ന്യായങ്ങളുണ്ട്. ഇങ്ങനെ പോകുകയാണെങ്കിൽ നീയും വസന്തര ആന്റി ജോലിക്ക് പോയി കഴിഞ്ഞ് എന്നെ തീർച്ചയായും എല്ലാവരും കൂടി ഇട്ട് കൊല്ലും, അത് സഹിക്കാൻ കഴിയില്ല, ആ കൊല്ലൽ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പോ ഞാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെടും, എൻ്റെ അമ്മക്ക് മോളില്ലാതാവും, അല്ലാതെ എന്ത് നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നും ഉണ്ടാവില്ല, പ്രണവിന് 1 2 അത് കഴിഞ്ഞാൽ പ്രണവ് മറക്കും. അത് കേൾക്കുന്ന പ്രണവ്, എന്താ ശിവാനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ അത് കേൾക്കുന്ന നിധി പറയണേ, എന്തിനാ ശിവാനി നീ മനഃപൂർവ്വം ഓരോ വീട്ടിൽ ഓരോരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അത് കേൾക്കുന്ന ശിവാനിയുടെ അമ്മ പറയണേ, നീ എന്ത് ചെയ്തിട്ടാണ്? നീ ചെയ്യുന്നത് നിനക്ക് തന്നെ അറിയാലോ, പിന്നെ എന്തിനാ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? നിനക്ക് ഞാനും എൻ്റെ മകളും നല്ലപോലെ ജീവിക്കുന്ന ഇഷ്ടമല്ല, അതല്ല ഇപ്പൊ നീ ചെയ്തും കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനിട്ടോ. അങ്ങനെ ശിവാനി പറയും, ശരി ഞാൻ ആ വീട്ടിലോട്ട് വരാം, എന്നാൽ ഞാൻ പറയുന്ന ആ ഒരു കണ്ടീഷൻ നീ അംഗീകരിക്കുമോ? അത് കേട്ടോടുന്ന എന്താണ് നിനക്ക് വേണ്ടത്, നീ എന്താ അതാണ് പറ എന്ന് വീണ്ടും ആവർത്തിക്കാൻ കേട്ടോ. അപ്പൊ അത് കേട്ടോടും തന്നെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന പ്രണവിന് പോലും അംഗീകരിക്കാൻ
പറ്റത്തില്ല. അത്രയും ഒരു സത്യമാണ് പറയുന്നത്. പ്രണവ് പോലും ഞെട്ടിപ്പോവാണ്. അപ്പൊ ശിവാനിയോട് നിധി പറയുന്നുണ്ട്, എന്തിനാ ശിവാനി നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ മനസ്സമാധാനം നീ എന്തിനാ കളയുന്നത്, ഇത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതില്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഈ ഒരു തീരുമാനം അത് നിങ്ങളെല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂടെ ഞാൻ വരുമെന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും ഈ ഒരു വാക്ക് പറയുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ ഇവള് വരുമാണല്ലോ. പ്രണവാണെങ്കിൽ ഇവൾക്ക് പിറകെ പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈശ്വരമംഗലത്ത് ഇവള് ഗർഭിണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ശിവാനിയെ വിളിച്ച് നിധി കൊണ്ടുവരികയാണ്. അങ്ങനെ വസുന്ധരയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. വസുന്ധര പറയാണ്, ഇവിടെ ഈ നിധി എന്ന മരണം കയറി വന്നത് മുതൽ തുടങ്ങിയതാണ് ഈ വീട്ടിൽ പ്രശ്നം. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈശ്വരമംഗലത്തെ അവകാശിയാണ് ഈ വീട് വിട്ടിറങ്ങിയിരിക്കുന്നത്. വീട് വിട്ടിറങ്ങുന്നത് ഇവളായിരുന്നില്ല, വേറെ ആളായിരുന്നു വീട് വിട്ടിറങ്ങേണ്ടത്. അതായത് നിധിയാണ് ഇറങ്ങേണ്ടത്, എൻ്റെ മരുമകളായ ശിവാനിയല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ദേഷ്യത്തോട് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വസുന്ധര ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതാണ് പ്രണവും ശിവാനിയും ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ, എന്തിനാ ശിവാനി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? അപ്പൊ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയാം, ആരെങ്കിലും എന്തെങ്കിലും എന്താ നിങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ഗൗതമിന്. അപ്പോഴേക്കും ശിവാനി പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ അതിൻ്റെതായ ഒരു തീരുമാനത്തോടു കൂടിയാണ്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണ, എന്താ തീരുമാനം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് പേടിയാണ്, എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ഇന്നിപ്പോ പാർവന്റിയോട് പറഞ്ഞിട്ട് എന്നെ അടിച്ചിരിക്കുന്നു, എന്നാൽ നാളെ ഇതിനപ്പുറം ചെയ്യുമോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേക്കും ഗൗതം അങ്ങ് ചൂടാകുമ്പോൾ പ്രണവ് പറയണേ, എന്റെ ഭാര്യയാണ് നിങ്ങളെല്ലാവരും ഈ കാട്ടിക്കൂട്ടുന്ന ശിവാനിയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് കരുതിയിട്ടും നിധി എന്നും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവിടെ നിധി പറയുന്നുണ്ട്, എന്തിനാ പ്രണവ് ഈ ശിവാനിയുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത്, ശിവാനി വെറുതെ ഓരോ കള്ളങ്ങൾ പറയുന്നത്, ഞാൻ ഒരിക്കലും ആരെയും ഉപദ്രവിക്കാൻ പഠിച്ചിട്ടില്ല, എനിക്കത് കഴിയത്തില്ല. അപ്പൊ വസുന്ധര പറയാൻ, നിർത്തി നിന്റെ അഭിനയം നിർത്തി എന്ന് പറയുന്നത്. ഈ സമയമാണെങ്കിലോ ശിവാനി പറയണേ, മതി സംസാരം മതി, എന്തായാലും ഞാൻ ഇറങ്ങിപ്പോയി തിരിച്ചു വന്നിരിക്കുന്നു, ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിധിയോട് ഞാനൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ആ തീരുമാനം നിധി അംഗീകരിച്ചിട്ടുണ്ട്, അത് ഈ വീട്ടിൽ എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കും. അത് കേട്ടോണ്ട് തന്നെ വസുന്ധര എന്താ എന്ന് ചോദിക്കണേ, എനിക്ക് ഇനി വീട്ടിൽ നിൽക്കാൻ പേടിയാണ്, എൻ്റെ അമ്മ എനിക്കൊപ്പം ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് ഞാൻ നിൽക്കത്തുള്ളൂ. അത് കേൾക്കുന്ന പാറു ആകെ തളർന്ന്, ഈശ്വര ഈ മരണത്തെ കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അടുത്ത മരണത്തെ കൊണ്ട് എന്തായിരിക്കും അവസ്ഥ, അതിലും അപ്പുറമായിരിക്കും, അതുകൊണ്ട് തന്നെ അത് തടയാനും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോഴേക്കും പാറു എണീക്ക് തന്നെ, അതിങ്ങനെ ശരിയാവും നിന്റെ അമ്മ എന്ന് പറയുമ്പോഴേക്കും ശിവാനി ഇങ്ങനെ കണ്ണുകൊണ്ട് ഉരുട്ടാണ് കേട്ടോ. മിണ്ടാതിരുന്നു, അല്ല എങ്കിൽ ഇപ്പോൾ സത്യങ്ങൾ വെളിയിൽ വരും. അപ്പൊ അത് പറയുന്നതിനോടുകൂടി അവിടെ മിണ്ടാതിരിക്കാനേ കഴിയത്തുള്ളൂ കേട്ടോ. പിന്നീട് നിധിയോട് ഗൗതം ഇങ്ങനെ ചൂടാവാണ്, നീ എന്ത് കണ്ടിട്ടാണ് നിധി ഈ ഒരു തീരുമാനത്തിന് നീ അംഗീകരിച്ചത്? അത് കേൾക്കുന്ന നിധി പറയാണ്, ഗൗതം അവരെവിടെ വന്ന് നിൽക്കട്ടെ, അവളുടെ അമ്മയല്ലേ, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവളെ വന്ന് നിൽക്കട്ടെ, അല്ലാതെ എന്ത് പറയാൻ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിന്നോട്ടെ എന്നും പറയാൻ കേട്ടോ. അങ്ങനെ ഇത് കണ്ട് വസുന്ധരയ്ക്കും സന്തോഷമാവാണ്. പിന്നീട് വസുന്ധരയും ശിവാനിയും ഈ ശിവാനിയുടെ അമ്മയും കൂടി മുമ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വസുന്ധര ഒന്നൊന്നര ചോദ്യം ശിവാനിയോട് ചോദിക്കുമ്പോൾ അതിൽ ശിവാനി പെട്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് റിവ്യൂ വൈകിട്ട് പറയാവേ. അപ്പോൾ ശിവാനി ഇനി ആ ചോദ്യത്തിന് മുന്നിൽ വസുന്ധരയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട ആ ഒരു അവസ്ഥയാണ് കേട്ടോ.